ഈ ഒരു കുട്ടികളെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. ഇവര് തലസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ള കുട്ടികളാണ് അല്ലെ. നാടൻ പാട്ടിലാണ് ഇവര് മത്സരിച്ചത്. എ ഗ്രേഡും കരസ്ഥമാക്കി. അപ്പൊ ആദ്യമേ അഭിനന്ദനങ്ങൾ. നല്ലൊരു കൈയടി കൊടുക്കൂ. നല്ലൊരു കൈയടി കൊടുക്കും. എ ഗ്രേഡ് തിരുവനന്തപുരം ടീം. അതെ, ഇനി നമുക്ക് വിശേഷങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഇവരുടെ ആ പാട്ട് കേൾക്കാം അല്ലെ. റെഡിയാണോ നിങ്ങൾ? ശരി. അടിപൊളി. നല്ലൊരു കൈയടി ഉള്ളോ? നിങ്ങളെ തീരെ സപ്പോർട്ട് ചെയ്തില്ല കേട്ടോ. അടിപൊളി. എന്തായാലും ഇവരുടെ പേരൊക്കെ ഒന്ന് ചോദിക്കാം അല്ലേ. അല്ല, നല്ല സുന്ദരി മണികളായിട്ട് നിങ്ങളുടെ ആ ഒരു പൊട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പുരികത്തിന്റെ മുകളിലുള്ള ഒരു എന്ത് കല എന്നാണ് അതിന് പറയാ? സൂര്യകലയാണോ? ആരുടെ ഐഡിയാണ് ഇങ്ങനെ ഒരു പൊട്ട് ഓടാൻ? അത് സാറ്, അതായത് നമ്മള് ഒരു ഗോത്ര വിഭാഗം ഒരു നാടൻ പാട്ടാണ് അവതരിപ്പിച്ചത്. അപ്പം അവരുടെ സംസ്കാരം അനുസരിച്ച് ഇത് കുത്താറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരുടെ പേരൊന്ന് പറഞ്ഞേ. അഭിരാം, ദേവനന്ദ, ഗ്രീഷ്മ, ആഷ്നി, ദക്ഷിണ, ഷീണ. അടിപൊളി പേര് അല്ലേ. ഇവര് തലസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ വേറെയും ഐറ്റമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? സംസ്കൃതം പ്രഭാഷണം കൂടിയാട്ടം. നിങ്ങൾ തിരുവനന്തപുരത്ത് ശരിക്കുള്ള സ്ഥലം എവിടെയാ? കിളിമാനൂർ. കിളിമാനൂർ. അപ്പൊ 2 ദിവസമായിട്ട് ഇവര് തൃശ്ശൂരിലുണ്ട്. എങ്ങനെയുണ്ട് തൃശ്ശൂരിൽ വന്നൊരു അനുഭവം എന്ന് പറഞ്ഞേ? നല്ല രസമുണ്ട്. ഒരു വേറിട്ട അനുഭവമായിരുന്നു. എവിടെങ്കിലൊക്കെ പോയാ? ഒരുപാട് അമ്പലങ്ങളിൽ പോയി. ഗുരുവായൂർ, വടക്കുന്നാഥ വന്നിട്ട് അത്യാവശ്യം ചുറ്റിക്കറങ്ങി. അതായത് മത്സരം മാത്രല്ല, മണിയടിക്കണല്ലോ, ദൈവത്തെ മണിയടിക്കണല്ലോ അല്ലെ. ആ ഒരു ഉദ്ദേശം വെച്ച് പോയതാണോ? ചെറുതായിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി നിങ്ങൾക്ക് അടുത്ത ഏതെങ്കിലും മത്സരിക്കാനുണ്ടോ? വേറെ ഏതെങ്കിലും? എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി എന്നാ തിരിച്ചു പോണേ? നാളെ പോവും. വിഷമണ്ട? അല്ല, നാളെ പോയാ എങ്ങനെയാ? കപ്പടിച്ചിട്ടല്ലേ പോകേണ്ടത്. ഇല്ല ഇല്ല, ഇപ്പൊ ആരെ മുന്നിൽ അതിനുശേഷമല്ലേ? അല്ല, ഇപ്പൊ ആരെ മുന്നിൽ നിൽക്കുന്നതെന്ന് അറിയാവോ? മുന്നിൽ നിൽക്കുന്നത് കണ്ണൂരാണ്. അതെ, കണ്ണൂരാണ്. തൊട്ടുപുറകെ തൃശ്ശൂരുണ്ട്. അല്ല, കണ്ണൂരാണോ കോഴിക്കോടാണോ? ഇല്ല ഇല്ല ഇല്ല, കണ്ണൂരാണ് മുന്നില്. തൊട്ടുപുറകിൽ കോഴിക്കോടും തൃശ്ശൂരും ഒപ്പത്തിനൊപ്പം വെച്ച് പിടിച്ചോണ്ടിരിക്കുകയാണ്. ആരായിരിക്കും കപ്പടിക്കുക ഇത്തവണ? അഭിപ്രായം ഉണ്ടോ നിങ്ങൾക്ക്? തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട്. തൃശ്ശൂർ പാലക്കാട്. തൃശ്ശൂരും പാലക്കാട് അല്ലാതെ വേറെ ആൾക്കാരുണ്ടോ? വേറെ ആരുമില്ല. എല്ലാവരും പുഞ്ചിരിക്കുകയാണ്. അപ്പൊ ഒന്നുകിൽ തൃശ്ശൂർ അല്ലെങ്കിൽ പാലക്കാട് തവണ കപ്പടിക്കുമെന്നാണ് നമ്മുടെ പ്രേക്ഷകരെ പറയുന്നത്. സ്റ്റുഡിയോയ്ക്ക് അടുത്തുള്ളവര്. ഒരുപാട് സന്തോഷം. ഈ ഇൻസ്ട്രുമെന്റിന്റെ പേരൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകളല്ലേ? അത് ശാരിക്കാതെ പറഞ്ഞ് മേടിക്കണം. ഇതിനെ കുറിച്ച് കാര്യമായിട്ട് അറിയണം. അത് നല്ലതാ. ഇത് കണ്ട ഇത് നല്ലതാ. ഇതിന്റെ പേരറിയുന്നവർ ആരെങ്കിലും ഉണ്ട് ഈ കൂട്ടത്തില്? അന്ന് പറഞ്ഞേ. പറയാവോ? പറയൂ. സിമ്പിൾ. കിലുക്ക. നമ്മൾ കുട്ടിക്കാലത്ത് കണ്ടിട്ടില്ലേ കുട്ടികളെ? കിലുക്കയാ? അറിയാവോ? അറിയില്ലല്ലോ. അല്ലെങ്കിൽ കുടുക്ക പോലെയുള്ള കിലുക്ക. ഞാൻ ചോദിച്ചില്ല. മോളെ പറഞ്ഞ ഇതിന്റെ പേരെന്തുവാ? പേര് ബുരുഡെ. ബുരുഡെ. ഒരു നല്ല പേരുണ്ട്, അതിനെ കുളവാക്കരുത്. അതെ, ബുരുഡെ അല്ലേ. ഓക്കെ, ഇനി തീർച്ചയായിട്ടും ജോഡ്മരെ. ഇത് രണ്ടും ദമ്പട്ടെ. അമ്പോ, എന്താ പേരുകളല്ലേ. ഇതെന്താ? ഡോലക്ക്. ഇതെന്താ? സെയിം ആണ്. ഓക്കേ. ഇതും കൂടെ ഉണ്ട്. ഇതെന്താ? ഗജ്ജ്. കണ്ട, ഞാൻ ചിലങ്ക എന്നും പറയാം. കയ്യിലിടുന്ന ചിലങ്ക. എന്താ? ഗജ്ജ്. ഓക്കെ. എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരുകൾ തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് അങ്ങനെ അധികം പരിചയമില്ലാത്ത പേരുകളാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അടിപൊളി. താങ്ക് യു സോ മച്ച്.